ഹലോ, നല്ല നമസ്കാരം. കറുപ്പ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരുപാട് വെള്ളം കോരി പകുതിയിൽ കലമുടച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. സൂര്യയും ആർ ജെ ബാലാജി ഒന്നിച്ച കറുപ്പ് വലിയ പ്രതീക്ഷ കൂടി തന്നെയാണ് ഞാൻ കണ്ടത്. കാരണം ഇന്നലെ തിയേറ്ററിൽ റിലീസാകാത്തതുകൊണ്ട് ഇന്ന് വളരെ പ്രതീക്ഷ കൂടിയാണ് ഈ സിനിമയ്ക്ക് പോയത്. നീതിയും വിശ്വാസവും നിയമവും തമ്മിലുള്ള ഒരു സംഘർഷത്തെ ഒരു ഫാൻറ്റസി പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുവാനാണ് ചിത്രം ശ്രമിക്കുന്നത്. കേരളത്തിൽ നിന്നും മകളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്ക് എത്തുന്ന ഒരു അച്ഛനും മകളുടെയും കഥയാണിത്. അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും ചെന്നൈയിൽ വച്ച് മോഷണം പോവുകയാണ്. നീതിക്കായി അവർ പോലീസിനെ സമീപിക്കുന്നുണ്ടെങ്കിലും നിയമത്തിലെ നൂലാമാലകൾ കാരണം സ്വർണം തിരികെ ലഭിക്കാൻ അവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വരികയാണ്. സാധാരണക്കാരായിട്ടുള്ള ഒരാൾ നിയമവ്യവസ്ഥയ്ക്ക് മുൻപിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതോടൊപ്പം തന്നെ കാലതാമസവും ചിത്രം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ നിയമ പോരാട്ടത്തിനിടയിൽ കറുപ്പണ്ണസ്വാമി എന്ന് പറയുന്ന ദൈവിക ശക്തി ഒരു അഭിഭാഷകൻ്റെ വേഷത്തിൽ ഇടപെടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്. സിനിമയുടെ അടിസ്ഥാന പ്രമേയം എനിക്ക് തോന്നുന്നത് അക്ഷയ് കുമാറിൻ്റെ ഓ മൈ ഗോഡ് ആ സിനിമയുടെ സമാനമായിട്ടുള്ള ഫാൻറ്റസി സിനിമകളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ദൈവം ആ സാധാരണക്കാരൻ്റെ വിഷയത്തിൽ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ ഇടപെടുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമീണ വിശ്വാസത്തെ ഒരു അതിരുകാക്കുന്ന ദൈവം എന്നുള്ള സങ്കല്പത്തെ ആധുനിക നിയമവ്യവസ്ഥയുടെ ആ ഒരു രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആർ ജെ ബാലാജിയുടെ ഒരു പരിശ്രമം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ കറുപ്പണ്ണസ്വാമിയായിട്ട് സൂര്യ ഒരു വക്കീലായിട്ടും സൂര്യ ഒരുപാട് നല്ല മൂമെൻറ്റ് നൽകുന്നുണ്ട്. ഒരു ഫാൻസിന് നല്ല രീതിക്കുള്ള കുറേ സാധനങ്ങൾ നൽകുന്നുണ്ട്. ഒരു വലിയ വിരുന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പിന്നെ ആർ ജെ ബാലാജി സംവിധാനത്തിന് പുറമെ അദ്ദേഹം നല്ലൊരു നെഗറ്റീവ് വേഷം ഇൻട്രോയിൽ വരെയും നന്നായിട്ട് തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സംവിധാനമുള്ള നിലയിൽ അദ്ദേഹം സ്ക്രീൻ സ്പേസ് മൊത്തത്തിലങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹം പകുതി കഴിഞ്ഞപ്പോൾ കയ്യിന്നും പോയി എന്ന് പറയാം. പിന്നെ നമ്മുടെ ഒരു ഇതിൻ്റെ സോൾ ഇന്ദ്രൻസേട്ടനാണ്. ചിത്രത്തിലെ മലയാളികളുടെ ഒരുപാട് സാന്നിധ്യമുണ്ട്. മലയാളികളുടെ അഴിഞ്ഞാട്ടം എന്ന് പറയാം. പക്ഷേ ഇന്ദ്രൻസേട്ടൻ്റെ പ്രകടനം വളരെ ശക്തവും കീടിലമാണ് എന്ന് പറയാം. ഏറ്റവും കീടിലം അഭിനയം ഇന്ദ്രൻസേട്ടനാണ്. അത് കഴിഞ്ഞിട്ട് തൃഷ ഒരു ലോയർ വേഷത്തിൽ തൃഷ എത്തുന്നുണ്ടെങ്കിലും കഥാപാത്രത്തിന് അത്രമേൽ ഒരു ആഴമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരുപാട് കീട്ടിലം സാധനങ്ങളുണ്ട്. ഫാൻറ്റസി, ലീഗൽ ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു നിയമവ്യവസ്ഥയും ഒരു ഫാൻറ്റസി എലമെൻറ്റുമായിട്ട് കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു പുതുമയുള്ള ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ വിലയിരുത്താം. സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ, സൂര്യയുടെ ആവേശം നൽകുന്ന ഒരുപാട് സാധനം, ഒരുപാട് ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ, അതിൻ്റെ ഒരു കിടിലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജയുടെ ലിയോ, അജിത്തിൻ്റെ സൂര്യയുടെയും തന്നെ സിനിമ സിംഗം, 24, ജയ് ഭീമും അങ്ങനെയുള്ള സിനിമകളുടെ റെഫറൻസുകളൊക്കെ പലയിടത്തും വന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൂര്യയുടെ മാസ് എൻട്രി പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ എൻട്രി കിടിലം ഗ്രാഫിക്സ്. ആദ്യ പകുതിയിലെ ആ ഒരു അച്ഛൻ മകൾ എന്ന് പറയുന്ന പിന്നെ ഒരു ഇമോഷൻസ് നന്നായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലെ കാന്താര മോഡൽ ആ ഒരു തുള്ളൽ, കറുപ്പണ്ണയുടെ ആവേശപരമായിട്ടുള്ള ഒരു സാധനം ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ GK വിഷ്ണുവിൻ്റെ ക്യാമറ സിനിമയിൽ ഒരു വിഷ്വൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തോന്നി. കളർ ടോണിങ്ങും ഫ്രെയിമുകളും നല്ല സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ സായി ആഭ്യോ ശങ്കറിൻ്റെ സംഗീതം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ കിടിലം സൗണ്ട് ക്വാളിറ്റി കിടിലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിച്ചെടുത്തു. കാരണം ആ സീനുകൾ ഓരോ പിന്നെ സൂര്യയുടെ ഓരോ വേഷപ്പകർച്ചകൾക്കും അനുസരിച്ചിട്ടുള്ള കിടിലം. അതോടൊപ്പം തന്നെ ആക്ഷൻ സീക്വൻസിൽ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആക്ഷൻ സീക്വൻസിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലം, രോമാഞ്ചിഫിക്കേഷൻ സാധനം. അതോടൊപ്പം തന്നെ ഫൈനൽ കട്ടുള്ള സാധനവും എനിക്ക് കിടിലമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ കാന്താര സ്റ്റൈലിലുള്ള ആട്ടം, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കിടിലമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഷ്വൽ എഫക്റ്റ്, VFX ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, ഒരു കുതിരപ്പുറത്തുള്ള ആ ഒരു എൻട്രി, ഒരു കിടിലം സാധനം, ഒരു കിടിലം സാധനം എനിക്ക് കിട്ടി. അതിലുള്ള കുറേ ഗ്രാഫിക്സ് കിടിലം സാധനങ്ങളുണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ കച്ചടയായിരുന്നു എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ വിമർശനം എന്ന് പറയുമ്പോൾ ആദ്യ ഇൻട്രോയിൽ വരെയും ഈ സിനിമ കൊണ്ടുപോയത് ഇതിനനുസരിച്ചാണ്. അതുവരെയും നല്ല രീതിയിൽ കഥയുണ്ടായിരുന്നു, ഇമോഷൻ ഉണ്ടായിരുന്നു, അതിൽ എൻഗേജ്ഡ് ആകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ സിനിമ കയ്യിന്ന് പോയി എന്ന് പറയാം. കാരണം അതായത് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്
എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിലേക്ക് സിനിമ കടക്കുമ്പോൾ അവിടെ നിന്ന് മൊത്തത്തിൽ കയ്യുന്നു പോയി. സംവിധായകനായിക്കോട്ടെ അതോടൊപ്പം തന്നെ സൂര്യ ആയിക്കോട്ടെ, രണ്ട് കഥാപാത്രങ്ങളും മൊത്തത്തിൽ പാളിഷായിപ്പോയി എന്ന് പറയാം. കാരണം ഇതിൽ മൂന്ന് കഥാപാത്രങ്ങളുടെ വിഷയങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ദ്രൻ സേട്ടനും മോളുടെയും അതോടൊപ്പം തന്നെ ഒരു പേര് സ്ഥാപിക്കപ്പെടാൻ ശ്രമിക്കുന്നത്, അതോടൊപ്പം തന്നെ പിന്നെ ശിവതയുടെ കഥാപാത്രവും. അങ്ങനെ ഈ 3 കഥാപാത്രങ്ങളുടെയും കഥയാണിത്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ വേറെ എവിടെയൊക്കെ കറങ്ങി ഒരു ദൈവിക ഭാവം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതോടുകൂടി ഈ സിനിമ മൊത്തത്തിൽ കയ്യിന്ന് പോയി. എന്തെങ്കിലും മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടുവച്ച് അതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആ ഒരു എലമെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോയപ്പോൾ മൊത്തത്തിൽ കയ്യിന്ന് പോയെന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൃഷയുടെ ലിപ്സിങ് ഒട്ടും വർക്കാവില്ല, അതൊന്നും ശരിയായില്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ തൃഷയ്ക്ക് ആഴമുള്ള ഒരു കഥാപാത്രം ഇതിലില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്തിനോ വേണ്ടി ഉള്ള ഒരു പിന്നെ അഡ്വക്കേറ്റ് കഥാപാത്രമായിട്ട് ഇതിൽ വന്നു പോകുന്നതല്ലാതെ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറേ സാധനങ്ങൾ പിന്നെ ഇതിന് ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് കയറ്റിയ സിംഗം ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആർട്ട് വർക്കും ഞാൻ പറയണം, ആർട്ട് വർക്കും വളരെ മോശമായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവങ്ങളും ഇതൊക്കെ സംഭവമൊക്കെ ഓക്കെയാണ്, സംഭവം ഓക്കെ, പക്ഷേ ആ കോടതി സാധനങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാധനങ്ങളൊക്കെ വെറും കച്ചട എന്ന് വെച്ചാൽ വെറും കച്ചടയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ നല്ല കീട്ടുള്ള സാധനങ്ങൾ, ആ ദൈവങ്ങളുടെ മുളക് വരുന്നതും അങ്ങനെയുള്ള കുറേ കീട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാനം വന്നപ്പോൾ അതിനെ ആ ദൈവത്തിൻ്റെ ആ ഒരു കോടതി സെക്കൻഡ് കോടതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൈവത്തിൻ്റെ രൂപം ഒരു ഗുമ്മുമില്ലാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ സൂപ്പറായിരുന്നു. ആ ആർട്ട് വർക്കും അത്ര കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഏതോ മലയാളിയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ കഥയെ അങ്ങ് വലിച്ചു നീട്ടി മാസ് കാണിക്കാൻ വേണ്ടി എന്തോ ചെയ്ത്, കാരണം ബാലാജിയാണ് ഇതിൻ്റെ തിരക്കഥ കൂടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലാജിക്ക് അവിടെ നിന്ന് എന്തോ കയ്യിൽ നിന്ന് പോയി. പിന്നെ ബാലാജിയാണ് ഏറ്റവും കൂടുതൽ ബാലാജിക്കാണ് സ്ക്രീൻ സ്പേസ് ഉള്ളത്. ഇതിലെ നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലനാണോ നായകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാജിയാണ് ഇതിൻ്റെ നായകനായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ഇതായിപ്പോയി, കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ ഒരു നിരാശ തന്നെയാണ് എനിക്ക് നൽകിയത്. ഒരു 5ൽ ഒരു പകുതി മാർക്ക്, 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാത്രമേ ഇത് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സൂര്യയുടെ തുടക്കത്തിലുള്ള ഒരു കുറേ നല്ല കിടലം സാധനങ്ങൾ, ടൈറ്റിൽ കാർഡ് പോലുള്ള ഒരു സാധനം, ഗ്രാഫിക്സിൻ്റെ ആ കിടലം സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിജയ് കയറി വന്നു, കാരണം വെച്ചാൽ വിജയ് ഫാൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വിജയ് ഇല്ലല്ലോ, ഇനിയിപ്പോൾ സൂര്യയുടെ ഫാനായി മാറാം എന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നാലും ഈ സിനിമ എന്നെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. താങ്ക്